എനിക്ക് വർക്കൗട്ട് ചെയ്ത് മതിയായി ഗായ്സ്. ഞാൻ പണ്ട് ശരിക്കും ചോദിച്ചിട്ടുണ്ട് അച്ഛനോട് എങ്ങോട്ടും അതുപോലെ പോകുമ്പോ. അയ്യോ ഡൗട്ടൊന്നായില്ല. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഞാൻ ഇന്നുള്ളത് എൻ്റെ അച്ഛമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെന്നൈക്ക് പോവാണ്. അമ്മയ്ക്ക് വന്നിട്ട് അമ്മയുടെ കൂടെ ചെന്നൈക്ക് പോവാണ്. രാവിലെ എണീറ്റ് കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ തൊട്ട് വിചാരിക്കുന്നതാണ് ഇന്ന് വ്ളോഗ് തുടങ്ങണം എന്നുള്ളത്. പക്ഷേ ഇന്നലെ ഞാൻ തുടങ്ങിയില്ല. എനിക്ക് ഇന്നലെ തുടങ്ങാനുള്ള മൂഡായില്ല. ഇന്നലെയാണ് ഞാൻ അവിടെ ആക്ച്വലി വന്നത്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും കുളിച്ചു, ബ്രഷ് ചെയ്തു, അതുപോലെ തന്നെ എൻ്റെ ഫേസ് വാഷും പരിപാടിയൊക്കെ കഴിഞ്ഞു. രാവിലെ കുളിയും പരിപാടിയൊന്നുമില്ല. ഞങ്ങൾ കാറിലാണ് പോണത്. രാവിലെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ അറൗണ്ട് ഒരു വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലെത്തും. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. സോ ലെറ്റ് മീ ഹാവ് മൈ കോഫി. അപ്പോൾ യെസ്, നമുക്കിപ്പോൾ വഴിയെ ബാക്കിയുള്ള പരിപാടിയൊക്കെ കാണാം. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഇവിടെ നല്ല മഴയൊക്കെ പെയ്ത് വളരെ പ്രകൃതി രമണീയമായിരിക്കുന്നു. അപ്പോൾ എന്തായാലും പ്രകൃതി രമണീയം ഇപ്പോൾ കാട് പിടിച്ച പോലെ കിടക്കും. പക്ഷേ യെസ്, കാണാൻ സ്റ്റില്ലൊരു ഭംഗിയാണ്. ഫുൾ പച്ചപ്പിൻ്റെ മഴ. അതാണ് രാവിലത്തെ പരിപാടി. അപ്പോൾ നമുക്ക് ബാക്കി വഴിയെ കാണാം. കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ സുന്ദരിയും കുഞ്ഞനും. ഓക്കെ, സുന്ദരി കുട്ടി, സുന്ദരി കുട്ടി, സുന്ദരി. തൊടാൻ സമ്മതിക്കടാ, ഒന്ന് തൊടാൻ സമ്മതിക്കടാ ഗുണ്ടേ. ഗുണ്ടൂഷ് ഞാൻ പൊന്നു ഷീക്കണ്ട. ഷീക്ക 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 കുഞ്ഞാനി കുഞ്ഞു കുഞ്ഞാനി. ഇന്ന് ഇവിടുത്തെ ഓജി ഇഡ്ഡലി സാമ്പാറാണ്. 24 മണിക്കൂറോടെ ഇഡ്ഡലി സാമ്പാറാണ് കൂടുതലുണ്ടാവുക. ഇഡ്ഡലി സാമ്പാർ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ റെഡി ആകാൻ പോവാണ്. മിററൊന്നും കണ്ടിട്ട് എന്നോടൊന്നും പറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ റെഡി ആവട്ടെ. സോ യെസ്, ഐ എം റെഡി. അല്ല, നിന്റെ കഴിവ് കാരണം എനിക്ക് ജോലി കിട്ടിക്കണമെന്ന്. മോളെ കാരണം ഒന്നിനും വയ്യ പറയാൻ. എന്നിട്ട് ഒരുവിധമൊക്കെ പറഞ്ഞു ഒപ്പിച്ചു വച്ചടിച്ചു. എരിവ് കിട്ടി പറഞ്ഞില്ല. കയ്യിൽ എരിവ് കിട്ടിയ കാരണം വായയിൽ എരിവ് വന്നില്ല. കാരണം സുനിൽ അടി കിട്ടിയില്ല. നീ ചീരാച്ചാ പറഞ്ഞ സുനില് കാല് പിടിച്ചു. എപ്പോഴും സുനിൽ എന്നും അതെ, അടി കിട്ടാതിരിക്കാത്തന്നെ കാല് പിടിക്കും. അങ്ങനെ അവൻ രക്ഷപ്പെടുക. എല്ലാവരെയും മുമ്പിൽ അവൻ താണു കേട് കാല പിടിക്കും. ഞാൻ അങ്ങനെയല്ല നിൽക്കാം. ഞാൻ സ്റ്റേണായിട്ട് വെക്കും. ഞാൻ ചെയ്യുന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. അപ്പൊ എനിക്ക് കിട്ടും. കാല് പിടിക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ടേ. ഞാൻ പണ്ട് ശരിക്കും ചോദിച്ചിട്ടുണ്ട് അച്ഛനോട് എങ്ങോട്ടും അതുപോലെ പോകുമ്പോ. അയ്യോ ഡൗട്ടൊന്നായില്ല. അനുവിന്റെ മകളിൽ ഓടിക്കലാണ് ഇപ്പൊ. ബാക്കിൽ വണ്ടി വരുന്നില്ലല്ലോ. റൈറ്റിലേക്ക് ആക്സിഡന്റ് കൂടുതലുണ്ട്. ക്ലച്ചിട്ടിട്ട് ഫിഫ്തിലുണ്ട്. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ഇവിടെ ഒരു സരവണ ഭവൻ കണ്ടു. എൻ്റെ സ്കിൻ ആകെ മൊത്തം ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. എനിക്കറിയില്ല എന്താ പറ്റിയത്. എന്തൊക്കെയോ ട്രീറ്റ്മെന്റ് ചെയ്ത എന്റെ സൈഡ് എഫക്റ്റ് ആകുമാണ്. അപ്പം മീൽസാണ് ഓർഡർ ചെയ്തേക്കുന്നത്.
ഇതൊക്കെയാണുള്ളതൊക്കെ. കുഞ്ഞി പരിപ്പ് വട, സാമ്പാർ, പരിപ്പ് കറി, വാട്ടവർ, പിന്നെ എന്തോ നെയ്യും, എന്ത് പൊടിയാന്ന് പറഞ്ഞേ, പരിപ്പ് പൊടി, പിന്നെ കടല, പിന്നെ എന്തൊക്കെയോ. ഫുഡ് ഫുള്ള് കഴിച്ച് കാലിയാക്കി. എനിക്ക് പകുതി സാധനം എന്താണെന്ന് അറിയണ്ടായിരുന്നില്ല, അതുകൊണ്ട് എല്ലാം കൂടെ ഒരുമാതിരി മിക്സ് ചെയ്തിട്ടൊക്കെ കഴിച്ചാൽ. അപ്പം എന്തായാലും ഫുഡ് നന്നായിരുന്നു. ആക്ച്വലി എനിക്കിഷ്ടപ്പെട്ടു. യാത്ര വീണ്ടും റീസ്റ്റാർട്ട്. ഞാൻ ഈ ഒരു സാധനം ആദ്യമായിട്ട് കഴിക്കണം. ഗോലി സോഡ സംതിങ് ആണ്. അതിനകത്തൊരു ഗോലി ഉണ്ട്. ഞങ്ങളിവിടെ കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് സ്ഥലം എനിക്ക് അറിഞ്ഞൂടെ എവിടെയാണെന്നു. സോ മസാല ബോണ്ട ഓർഡർ ചെയ്തിട്ട് കിട്ടിയത് ഒരുമാതിരി ഉഴുന്നവടയുടെ ബോൾസ് പോലത്തെ സാധനം. ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇതും അതിൻ്റെ ഒപ്പം ബജി ഓർഡർ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ഒരു കേസരിയൊക്കെ കൂടെ തന്നിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ള സാധനമാണ് ഇത്. റെയിൻബോ ഗൈസ്. രാത്രി ഒരു 8:45 ഉണ്ടാവും. ഞങ്ങൾ ഇപ്പോഴാണ് ആക്ച്വലി ഇവിടെ വീട്ടിലെത്തിയത്. പിന്നെന്താ പറയേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. വേനപ്പുറത്തത് പാകം മൊത്തം ഒന്നു കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് വാങ്ങുന്നുണ്ട്. സോ ഫുഡ് കഴിക്കണം. എൻ്റെ റൂട്ടീൻ എന്ന് പറയുന്നത് ഞാൻ വളരെ നേരത്തെ ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ വി റീച്ച്ഡ് വെരി ലേറ്റ്. അപ്പോൾ അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ്സ് അൺഫോളോ ചിലപ്പോൾ ഡു കം ആൻഡ് ഫോളോ മീ ഓവർ ദേ. പിന്നെ എന്താ പറയുക, എനിക്ക് ചില സമയത്തൊന്നും പറയാൻ കിട്ടുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. ഓക്കെ, ഇനി ഞാൻ ഈ വ്ളോഗ് 2-3 ദിവസം കൂടെ കണ്ടിന്യൂ ചെയ്യും. അത് കഴിഞ്ഞാൽ ഞാൻ അടുത്തൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും അടുത്തെന്ത് സംഭവിക്കണം നമുക്ക് നോക്കാം. ഇപ്പോൾ കിടക്കാനുള്ള ടൈമായി. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാത്രി സീക്രട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സീക്രട്ട് ഞാനിപ്പോൾ വായിക്കുന്ന ബുക്കല്ല, ഞാൻ കുറേ കാലം മുന്നേ വായിച്ചിട്ടുള്ളൊരു ബുക്കാണ്. അത് ആക്ച്വലി എൻ്റെ ലൈഫ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുള്ളൊരു ബുക്കാണ്. അപ്പോൾ ഞാനത് വീണ്ടും റീഡ് ചെയ്യാണ്. കാരണം കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ വീണ്ടും നെഗറ്റീവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, അപ്പോൾ ഈ കറക്റ്റ് സമയത്തിന് ഇത് വായിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഇംഗ്ലീഷ് ബുക്ക് വേറെ ആർക്കും ഞാൻ കൊടുത്തപ്പോൾ കാണാൻ ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളം വേർഷനാണ്. പിന്നെ വേറൊരു ബുക്കും കൂടി ഉണ്ട്, ദ ഗ്രേറ്റസ്റ്റ് സീക്രട്ട് പറഞ്ഞിട്ട്. അപ്പോൾ അതും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതും ഞാൻ അതുപോലെ ആർക്കും കൊടുത്തു. പക്ഷേ ഈ ബുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ലൈഫിൽ വലിയൊരു ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും വായിക്കുക. ഇൻ വിഷ്വൽ പെട്ടെന്നൊന്നും വന്നില്ലെങ്കിലും പക്ഷെ മെൻ്റലി ഭയങ്കര ചേഞ്ചസ് വരുത്താൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ബുക്കാണിത്. അപ്പോൾ ഞാൻ പല വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം ഞാൻ പറയാണ്. എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ബുക്ക് വായിച്ചു നോക്കൂ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സച്ച് ടോപ്പിക്സ്. ഞങ്ങളിപ്പോൾ വെല്ലച്ചൻ്റെ വീട്ടിൽ പോകാൻ പോവാണ്. ഞങ്ങൾ വണ്ടിയിലാണ് ആക്ച്വലി പോകുന്നത്. അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ടെൻഷനാണ്. ഓക്കെ, പക്ഷേ ഞാൻ ഓടിക്കുന്നൊന്നുണ്ടാവില്ല, എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഭയങ്കര ചൂടാണ്. ഞാൻ ഫുൾ സൺസ്ക്രീനൊക്കെ തേച്ച് റെഡി ആയിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. ഭയങ്കര വെയിലാണ്. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. സ്ഥലവും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ബാൻഡ്രയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഷർട്ടാണ്. ഇത് ഞാനൊരു വ്ളോഗിൽ ആക്ച്വലി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. പിന്നെ എന്താ പറയാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. അപ്പം എന്തായാലും ഞങ്ങൾ പോട്ടെ. ഭയങ്കര വെയിലാണ്. എന്ത് ചെയ്യുന്ന അറിഞ്ഞാണ്. അത് കഴിഞ്ഞ ഒരു ജംഗ്ഷൻ ഒരു സിഗ്നൽ ഉണ്ട്. അത് കഴിഞ്ഞ നേരെ അത് ഇപ്പുറത്താണ്. ഫൈനലി ഞങ്ങൾ എത്തി. കുറേ നേരം ഒരു മണിക്കൂറായിട്ടുണ്ടാവും ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പറയണത് ഞാനാണ് ഡ്രൈവ് ചെയ്തത്, അവളാണ് ഫുള്ള് ചെയ്തത്. അപ്പം എന്തായാലും ഞങ്ങൾ ഫൈനലി എത്തി. അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. ഇപ്പോൾ ആണെങ്കിൽ
ഇപ്പൊ ഇവിടുത്തെ ഫീനിക്സ് മോളിൽ വന്നേക്കെ എന്റെ കോലം നോക്കിക്കാൻ ഞങ്ങള് കുറെ കിടന്ന് ചുറ്റി തലകുത്തി മറിഞ്ഞിട്ടാണ് ഇവിടേക്ക് എത്തിയത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒക്കെ ട്രാവൽ. ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത് വേളാശ്ശേരി ഫിനിക്സ് മോളിലാണ്. എന്തായാലും എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാൻ ബാംഗ്ലൂരിലുള്ളത് പോയിട്ടുണ്ട്, ഇവിടെ ഉള്ളത് ഞാൻ പോയിട്ടില്ല. എന്തായാലും വഴി തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ച് കൊളാക്കി. ഇനി ഞങ്ങളുടെ വിൻഡോ ഷോപ്പിംഗ് തുടങ്ങാൻ പോവാണ്. തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാന പരിപാടി. ഇതാണ് ഇവിടുത്തെ ഫിനിക്സ് മോൾ. ഇവിടുത്തെ ഗെയിമിംഗ് സോണാണ്. കുറെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ഈ സാധനം ഞാൻ പണ്ട് അവിടെ ഇവിടെയൊക്കെ പോകുമ്പോ കളിക്കാറുണ്ട്. ഈ സാധനം അതൊക്കെയാണ് ഇവിടെ പരിപാടി. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നടക്കുന്ന രണ്ടാത്മാക്കൾ. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഇസ് ഹാംലീസ്. വെരി ക്യൂട്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറായിരുന്നു. പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. യൂണിക്കോൺ എൻ്റെ ഫേവറേറ്റ് സാധനം. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഈ ഗ്ലിറ്റർ എല്ലായിടത്തും. ആ ഇപ്പോഴൊരിക്കുണ്ടത് അവിടെ. കുറേ കുട്ടിപ്പട്ടാളങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. നിനക്കുണ്ടായിരുന്നില്ലേ റൂബിക്സ് ക്യൂബ്? ഇല്ലേ? ഹോം സെന്ററിൽ വന്നിരുന്ന് വായി നോക്കാണ്. ഭയങ്കര ഭംഗിയുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഒരു വീട് വെക്കാൻ തോന്നുന്നു. എന്ത് ഭംഗിയാ നോക്കൂ. വെരി ബ്യൂട്ടിഫുൾ. അതൊക്കെ മറ്റേ സഞ്ജയ് ലീല ബൻസാലിയുടെ മൂവിയിലുള്ള പോലത്തെ സാധനങ്ങളാ. എന്ത് ഭംഗിയാ നോക്കൂ. വെരി ബ്യൂട്ടിഫുൾ. പിന്നെ ഞാനും കേക്ക് റോള്. കേക്കിന് കുഴി ഉണ്ടാക്കാം. വിളക്ക് വെക്കാം. വിളക്കല്ല, കാൻഡിൽ വെക്കാം. നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഓൾമോസ്റ്റ് ഡെഡ്. ബാറ്ററി ഈസ് ഫുള്ളി ഡെഡ്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോട്ടെ. ആകെ മൊത്തം എൻ്റെ അമ്മയ്ക്ക് വയ്യ. ഞങ്ങളൊരു 6 മണിയല്ലേ 6:30 ആയപ്പോൾ ഇവിടെ എത്തി. കാലത്തിന് ശേഷം എത്രയും കുറെ ദൂരം ഞാൻ 2 വീലറിൽ അങ്ങനെ ട്രാവൽ ചെയ്യണേ. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കും ആകുമൊത്തം വയ്യാണ്ടായി. എനിക്ക് തലവേദന എടുത്തിട്ട് ഞാൻ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചു. ഇപ്പോൾ കുളിച്ചു, ഫുഡ് കഴിച്ചു, എല്ലാം കഴിഞ്ഞു. ഇപ്പം അറൗണ്ട് ഒരു 9 മണി സംതിങ് ആയിട്ടുണ്ട്. അപ്പം അതാണ് ഇപ്പോഴത്തെ കാര്യം. ഇനി ഞാൻ നാളെ പാക്കലാം. അപ്പം എന്തായാലും ഞാനൊരു ബുക്കൊക്കെ വായിച്ച് കുറച്ച് കഴിഞ്ഞാൽ നടന്ന് ഉറങ്ങും. കാരണം നമുക്ക് അത്രയും എനർജിയുള്ള ഗൈസ്. ഓക്കെ, ഞാനും എന്നും കൂടിയിട്ട് ഞാനിവിടെ വർക്കൗട്ട് ചെയ്യാനെന്നുണ്ട് അമ്മായി വിട്ടേക്കണ സ്ഥലമാണ് ഇപ്പോൾ ഇത്. ചിൽഡ്രൻസ് പാർക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്ത് കാണിക്കുന്ന അറിയില്ല. ഞാൻ വീട്ടിൽ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞത്. അപ്പോൾ ചിൽഡ്രൻസ് പാർക്കിൽ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വന്നേക്കാം. ഈ മുക്കിലായിട്ട് 2-3 സാധനങ്ങളുണ്ട്. അപ്പം എന്തായാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് പോവാം. നീ സംസാരിച്ചോ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇവിടെ എത്രയും നേരം സംസാരിച്ചോണ്ടിരിക്കുന്നു. ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ സംസാരിക്കുന്നു. നമുക്ക് നാളെ മംഗലേരി പാർക്കിൽ പോയാലോ? അതെവിടെയാ? എന്റെ സ്കൂളിന്റെ അടുത്ത്. അവിടെ വലിയ കുളമൊക്കെ ഉണ്ട്. അപ്പോ അല്ലേ വേണ്ട ഒന്നും പറയരുത് കേട്ടോ. എന്ത് രാവിലെ 7 മണിക്ക് എന്നിട്ട് പോവാം? എന്തിന്? 10 മണി വരെ ഇറങ്ങിയ തടി കൂടും. 10 മണിയല്ല, ഞാൻ 8 മണിക്ക്. അല്ല, 7 മണിക്ക് ഭക്ഷണമൊക്കെ കഴിക്കും. പക്ഷെ നമുക്ക് മറ്റേ സാധനത്തിൽ പോവാം. സൈക്കിള് 10 മിനിറ്റ് ആവട്ടെ. ഇത് കൊറേ നേരമായി ഇപ്പൊ തുടങ്ങിയിട്ട്. ഇങ്ങനെ പിടിക്കുന്നു. സൈക്കിളിൽ കയറാം. നല്ലോണം നല്ലോണം.
എന്നാ ഈ സാധനം ട്രൈ ചെയ്യ്. ഈ സാധനം കൊറേ നാളെ വിചാരിക്കുന്നു ജിമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇതുവരെ നടന്നു. ഇത് ഇവിടുത്തെ പബ്ലിക് ജിമ്മാ, ഫ്രീയാ. അതുകൊണ്ട് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പേരുണ്ട്. എനിക്ക് പോയി അപ്പം വരെ നല്ല സുഖമായിട്ട് ചെയ്യണ്ടായിരുന്നു കേട്ടോ. എവിടെയാ എനിക്ക് വയ്യ. അതെ പ്രകൃതി രമണീയമായ സ്ഥലം. എന്നെ കൊണ്ട് മാത്രമാണോ പറ്റാതെ? വയസ്സ് മതിയായി, ഞാൻ പോവാം. എനിക്ക് വർക്കൗട്ട് ചെയ്ത് മതിയായി ഗായ്സ്. അയ്യപ്പ, ആ കുട്ടി പെടുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുക. ഈ കുട്ടി പെടുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടു ഒരു കുട്ടി ഇങ്ങനെ കാണിക്കുന്നു ബാക്ക്ഗ്രൗണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ അന്ന് മുംബൈയിൽ നിന്ന് വരുന്ന ബ്ലോഗ് ഉണ്ടായിരുന്നു. അതിൽ എന്താ പറയുക, ഞാൻ മെട്രോന്ന് ഇറങ്ങിയിട്ട് ബ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ലേഡിയാണ്, അവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ കാണിക്കും. വളരെ രസം. പല ബ്ലോഗേഴ്സിൻ്റെ വീഡിയോസിലും കണ്ടിട്ടുണ്ട്. പലരും ഇങ്ങനെ പറഞ്ഞു ഓരോ. അതെ, കാലുകളും വിറക്കണൊക്കെ. അവൾക്ക് വലിയ പ്രശ്നം തോന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ അറിയാം. ഇന്നലെ ഫുള്ള് വണ്ടി ഓടിച്ചിട്ട് വരണ വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എനിക്കായിരുന്നു ഫുൾ പ്രശ്നം. അവള് രാത്രി അവളുടെ കയ്യിൽ വരും. അടുത്തായിട്ടുണ്ട് എന്താണെന്ന് ചോദിക്കാറുണ്ട്. മറ്റേ ലക്കി ഡ്രോന് കറക്കണ പോലെ ഉണ്ട്. വണ്ടി ഓടിക്കാൻ പഠിക്കും. ഇതെന്ത് ഗുണം? കുറെ ഈ ചെടിയാ പറിച്ചുണ്ടോ? ഈ മരം പൊത്തൊക്കെ ഉണ്ട്. അടുത്ത ഐറ്റം. ഇത് ഞാൻ വ്ളോഗ് ചെയ്യില്ല, കാരണം എനിക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് നാടാനുള്ളതാണ്. കുഴപ്പമില്ലേ? പുതിയ ഐറ്റം. അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അതുപോലെ കേൾക്കോ? അതൊന്നും പ്രശ്നം കേൾക്കില്ല. പോലെ മൈക്ക് പിടിക്കും. മൈക്ക് ഞാൻ വീട്ടിൽ വെച്ചിട്ട് വന്നേക്കാം. ഇപ്പൊ എവിടെ പോയാലും മലയാളമാണല്ലോ കേൾക്കണേ. ചെന്നൈയിലും കുറെ മലയാളി. അതോ അത് വേണ്ട, കുറച്ച് കൂടി പോകും. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനാണിത്. പൊട്ടിപ്പോയാൽ ഒന്നും പറയരുത്. നന്നായിട്ട് തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒരു കൈ കൂടി പിടിക്കട്ടെ കേട്ടോ. ചേടാ, അതെന്ത് സാധനമാണിത്? ഹോട്ടലിൽ കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള ഭക്ഷണമാണ് അതൊക്കെ. സോ ഇപ്പോൾ നെക്സ്റ്റ് ഡേ ആയി. അപ്പോൾ ഞാൻ ഇന്നും ഈ പറഞ്ഞ പോലെ നടക്കാൻ ഇറങ്ങുകയാണ്. ഇന്നലത്തെ നടക്കാൻ ഇറങ്ങി നിങ്ങൾ കണ്ടില്ല. അപ്പോൾ ഇന്നും നമ്മൾ ജസ്റ്റ് നടക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓൾസോ വൺ മോർ അപ്ഡേറ്റ്. ഞാൻ ഇന്ന് എൻ്റെ അപ്പർ ലിപ്പ് ആക്ച്വലി റിമൂവ് ചെയ്ത് അടുത്ത ഹെയർ. പക്ഷേ അവിടുത്തെ ഒരു കാര്യം എനിക്കിപ്പോൾ ഫീൽ ചെയ്യണത് ഹെയറിൻ്റെ തിക്നെസ് കുറച്ച് കൂടുതലാണ്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത വ്ളോഗ്സിൽ. അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ അടുത്തൊരു വ്ളോഗ് എന്തായാലും 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തുടങ്ങാം. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ വീഡിയോ വെരി വെരി സൂൺ. ടിൽ ദെൻ ദിസ് ഇസ് മി ശിൽപ signing off and bye bye. Take care.
Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. Go, go.